അതായത് നിങ്ങളുടെ കോൺവെർസേഷനിൽ നൗ, റൈറ്റ് നൗ എന്ന് പറഞ്ഞ വാക്കുകൾ സിഗ്നിഫിക്കൻ്റ്ലി കൂടുതലായിട്ട് ഉപയോഗിക്കണം. ഒരു ഫണ്ടമെൻ്റൽ ആയിട്ട് പവർഫുൾ പ്രിൻസിപ്പിൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടാവും. ആ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി തന്നെ നിങ്ങളുടെ ക്ലോസിങ് കൂടുകയും ചെയ്യും. ഇനി ഞാൻ സംസാരിക്കുന്ന കാര്യം, നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ബിസിനസ് ഓണർ ആണെങ്കിൽ, നിങ്ങൾ സെയിൽസ് ടീമിനെ മാനേജ് ചെയ്യുവാണെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ചോളം പലപ്പോഴും കിട്ടുന്ന ഒരു ഒബ്ജെക്ഷനാണ് ടൈം ഒബ്ജെക്ഷൻ. അപ്പൊ ടൈം ഒബ്ജെക്ഷൻ പറഞ്ഞാൽ എനിക്കിപ്പോൾ പറ്റിയ ടൈമല്ല, എന്ത് ചെയ്യും? ഇത് സംഭവിക്കുമ്പോൾ ഞാൻ അത് ചെയ്യാം, പൈസ വരുമ്പോൾ ഞാൻ അത് ചെയ്യാം, പിന്നെ എനിക്ക് സമയമുള്ളപ്പോൾ ഞാൻ ചെയ്യാം. എൻ്റെ ഡെയിലി ഇനഫ് ആയിട്ടുള്ള ടൈമില്ല, ടോട്ടലി ഭയങ്കര ഞാൻ ഓവർ പാക്ഡ് ആണ്, എനിക്കതൊന്നും ചെയ്യാൻ സമയമില്ല, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ വിളിക്കാം കേട്ടോ. ഇങ്ങനെ പറഞ്ഞ് നിങ്ങളെ തള്ളിവിടുന്ന പ്രോസ്പെക്ട്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഉണ്ടാവും. അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യണം? ഈ ഹാൻഡിൽ ചെയ്യുന്ന എങ്ങനെ സയന്റിഫിക് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നതാണ് ഇന്നത്തെ കോൺവെർസേഷൻ. അതിനുവേണ്ടി ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള 3 ടാക്ടിക്സ് ഷെയർ ചെയ്യുന്നുണ്ടാവും. ബോണസ് ആയിട്ട് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള പവർഫുൾ പ്രിൻസിപ്പിൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടാവും. ആ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി തന്നെ നിങ്ങളുടെ ക്ലോസിങ് കൂടുകയും ചെയ്യും. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പൊ എന്താണ് ടൈം? ഈ ടൈം എന്ന് പറഞ്ഞ ഫീലിംഗ് ആണ് ആൾക്കാരെ സംബന്ധിച്ചോളം എപ്പോഴും പിന്നെ ചെയ്യാം. എന്തുകൊണ്ടാണ്? റിസോഴ്സസ് വളരെ കുറവായതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചോളം ഒരുപാട് പൈസ ഇല്ല. അപ്പൊ ആ പൈസ സൂക്ഷിക്കാനായിട്ട് ഉള്ളൊരു മെക്കാനിസമാണ് ഡിലേ ചെയ്യുക എന്നുള്ളത്, അല്ലേ? നമ്മളെ സംബന്ധിച്ചോളം കോടിക്കണക്കിന് രൂപയുണ്ട് കയ്യിൽ, അക്കൗണ്ടിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മേടിക്കാനുള്ള കാര്യങ്ങളെല്ലാം മേടിച്ച് പോകല്ലേ ഉള്ളൂ. അതേസമയം ബൈ ചെയ്യാനായിട്ടുള്ള റിസർവേഷൻ വരുന്നത് എവിടുന്നാണ്? നമ്മളെ സംബന്ധിച്ചോളം ഇതാണോ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള, പല കാര്യങ്ങൾ എനിക്ക് വാങ്ങാനുണ്ട്, അതിൽ ഇതാണോ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കാര്യം നമ്മൾ തിങ്ക് ചെയ്യുക. വാല്യുബിൾ ആയിട്ടുള്ള പ്രൈസിങ്ങിനെ കുറിച്ച് മറ്റൊരു ദിവസം ഞാൻ സംസാരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം വേണ്ട കാര്യം നൗ ഫ്രെയിം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ്. നൗ ഫ്രെയിം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്, നിങ്ങളുടെ പ്രൊഡക്റ്റ് കസ്റ്റമർ ഇപ്പൊ തന്നെ വാങ്ങണം എന്ന ഒരു ബിലീഫാണ് നൗ ഫ്രെയിം. അപ്പൊ ഫ്രെയിം എന്ന് പറഞ്ഞ ഒരു ബിലീഫാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഇവിടെ ഒരു ജനൽ ഉണ്ടെന്നിരിക്കട്ടെ. അപ്പൊ ഇവിടെ ഒരു ജനൽ ഉണ്ടെങ്കിൽ ആ ജനലിലൂടെയാണ് നിങ്ങൾ ലോകത്തിലേക്ക് കാണുന്നത്. ജനലിനൊരു ഫ്രെയിം ഉണ്ട്, അല്ലെ? പാളിയുണ്ട്, ഇങ്ങനെ ഫ്രെയിം ഉണ്ട്. അതിനകത്ത് നമ്മൾ ജനലിൽ കമ്പിയൊക്കെ വെച്ച് അങ്ങനെയല്ല ഇരിക്കുന്നത്. അപ്പൊ ആ പാളിയിലൂടെയാണ് ഞാൻ ലോകത്തെ നോക്കുന്നത്, ഇവിടെ ജനലുണ്ടെങ്കിൽ. ക്ലിയർ അല്ലേ? ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മൈൻഡിനുള്ള ഒരു ജനലാണ്, ഒരു വിശ്വാസമാണ് ഫ്രെയിം. ഇപ്പൊ നിങ്ങൾ നൗ എന്ന് പറഞ്ഞ ഫ്രെയിമിൽ ബിലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ ഒരു കാര്യം ആൾക്കാർ ചെയ്യണമെന്ന് ബിലീവ് ചെയ്യുന്ന ആളാണ്. നിങ്ങളുടെ എനർജി ഫ്ലോ ചെയ്യുന്നുണ്ട്. നൗ എന്ന് പറഞ്ഞാൽ എനർജി ഫ്ലോ ചെയ്യണം, ഇപ്പൊ തന്നെ ചെയ്തേക്കാം. എനർജി ഫ്ലോ ചെയ്യാത്ത ആൾക്കാരെന്നാ പറഞ്ഞത്? ലേറ്റ്, പിന്നെ എങ്ങനെ പോട്ടെ. വ്യത്യാസം മനസ്സിലാവും? എനർജി ഫ്ലോ ചെയ്യുക. നമ്മൾ ചെറുപ്പമാണെങ്കിൽ പിള്ളേർ ജമ്പപ്പാണ്, പറന്ന് നിൽക്കുവാണ്, രാത്രി ഉറങ്ങുമ്പോൾ ഇപ്പൊ ഉറങ്ങണ്ട, എനിക്കിപ്പോ തന്നെ കളിക്കണം, കളിക്കണം, ചാടണം, അവിടെ ബഞ്ചി ജമ്പ് ചെയ്യണം, മറ്റേ ചെയ്യണം, അത് ചെയ്യണം, ചാടണം, വെള്ളം വെക്കണം, തലയും കുത്തി മറിയണം, അങ്ങോട്ട് പോകാം, പെട്ടെന്ന് പോകും, രാത്രി. ഇങ്ങനെയാണ്. പ്രായം കഴിയുമ്പോൾ ആൾക്കാർ എങ്ങനെയാ? സ്ലോ ആവുകയാണ്, അല്ലേ? പിന്നെ ആട്ടെ മോനെ, പിന്നെ ചെയ്യാം, ഇന്ന് അടുത്ത വർഷം ചെയ്യാം, മനസ്സിൽ പിന്നെ ചെയ്യാം, ഇങ്ങനെ പോവുകയാണ്. അപ്പൊ നൗ എന്ന് പറഞ്ഞേക്കുന്ന എനർജിയാണ്. നൗ എന്ന് പറഞ്ഞൊരു ഫ്രെയിമാണ്, ഒരു എനർജിയാണ്. നൗ എന്ന് പറഞ്ഞാൽ എനർജി ഫ്ലോ ആണ്. നിങ്ങൾ സിഗ്നിഫിക്കൻ്റ് ആണ്, എനർജി ഫ്ലോ ചെയ്യുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ എക്സ്റ്റേണൽ വേൾഡ് നിങ്ങളുടെ ഇന്റേണൽ വേൾഡിന്റെ റിഫ്ലക്ഷൻ ആണ്. അപ്പൊ നിങ്ങൾ നൗ ഫ്രെയിമിലാണെങ്കിൽ നിങ്ങൾ നൗ ഫ്രെയിമിലുള്ളവരെ അട്രാക്ട് ചെയ്യും. അപ്പൊ തന്നെ നിങ്ങളുടെ ക്ലോസിംഗ് കൂടി. ആ ഒരൊറ്റ പോയിന്റ് മാത്രം മതി നിങ്ങളുടെ ക്ലോസിംഗ് കൂടാനായിട്ട്. കാരണം എന്താണ്? നിങ്ങൾ നൗ ഫ്രെയിമിലാണ്, നിങ്ങൾ നൗ ഫ്രെയിമിലുള്ള വേറെ ആൾക്കാരെ അട്രാക്ട് ചെയ്യുകയാണ്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ, നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്തുകൊണ്ട് മസ്റ്റായിട്ട് അവരിപ്പോൾ വാങ്ങണം എന്നതിനെ കുറിച്ച് 10 കാര്യങ്ങൾ, 10 വിശ്വാസങ്ങൾ എഴുതുക. 10 വിശ്വാസങ്ങൾ എഴുതി വെക്കുക. എന്തുകൊണ്ട് അവർ ഇപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങണം? നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങണം, നിങ്ങളുടെ പ്രൊഡക്റ്റ് വാല്യുബിൾ ആണ്, അതുകൊണ്ട് മാത്രം ആൾക്കാരെ ബൈ ചെയ്യുന്നില്ല, അവർക്ക് ഇപ്പോൾ വാങ്ങണമെന്ന് തോന്നണം, അല്ലെ? നിങ്ങളുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ്, നിങ്ങൾ ഇന്നോവേറ്റർ ആണ്, നിങ്ങളുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സെല് ചെയ്യാൻ അറിയത്തില്ല, നിങ്ങൾ എഞ്ചിനീയർ ആണ്, നിങ്ങൾക്ക് സെല് ചെയ്യാൻ അറിയത്തില്ല, ഡോക്ടറാണ്, നിങ്ങൾക്ക് സെല് ചെയ്യാൻ അറിയത്തില്ല. കാരണം നിങ്ങൾ ടെക്നിക്കലി റിയലി ഗുഡ് ആണ്, ഇൻവെന്റർ ആണ്. ഇൻവെന്റർ എന്ന രീതിയിൽ നിങ്ങൾ നല്ല മാസ്റ്റർ ചെയ്തു. ഇത് നിങ്ങളുടെ വീക്ക്നെസ് ആണ്. എന്തുകൊണ്ട് വീക്ക്നെസ് ആയത്? കാരണം ഇൻവെൻഷൻ നിങ്ങളെ പുറകോട്ട് വലിക്കുവാണ്. എന്തുകൊണ്ട്? മാർക്കറ്റിൽ നിന്ന് പുറകോട്ട് വലിക്കുവാണ്, മാർക്കറ്റിംഗിൽ നിന്ന്, സെയിൽസിൽ നിന്ന്. കാരണം നിങ്ങൾ വിചാരിച്ചതെന്നായിരുന്നു വെച്ചാൽ, ഇത്ര നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വിറ്റുപൊക്കോളും, ആൾക്കാർ ലൈൻ നിന്ന് മേടിച്ചോളും എന്നാ നിങ്ങൾ വിചാരിച്ചേ. പക്ഷെ ലൈനൊന്നും കാണുന്നില്ല. ബിവറേജ് കോർപ്പറേഷൻ എടുത്ത് നല്ല പ്രോഡക്റ്റ് അല്ലെങ്കിലും ആൾക്കാർ ലൈൻ നിൽക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ അടുത്ത് ലൈൻ നിൽക്കുന്നില്ല. എന്താണ് കുഴപ്പം? എന്താണ് സംഭവിച്ചത്? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ നൗ ഫ്രെയിമിലേക്ക് എത്തണം. എന്തുകൊണ്ട് ആണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇപ്പോൾ ആൾക്കാർ വാങ്ങണ്ടേ
എന്ന് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്യണം. ഇങ്ങനെ ട്രെയിൻ ചെയ്ത ശേഷം ഞാൻ ഈ പറയാൻ പോകുന്ന ടാക്ടിക്സ് യൂസ് ചെയ്യണം. എന്താണ് ടാക്ടിക്സ്? അതായത് നിങ്ങളുടെ കോൺവെർസേഷനിൽ നൗ, റൈറ്റ് നൗ എന്ന് പറഞ്ഞ വാക്കുകൾ സിഗ്നിഫിക്കൻ്റ്ലി കൂടുതലായിട്ട് ഉപയോഗിക്കണം. എഗെയിൻ അപ്പം നിങ്ങൾ ഞാൻ ആ വാക്ക് മാത്രം ഉപയോഗിച്ചാൽ മതിയോ? പോരാ. ആ വാക്ക് മാത്രം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് വേണ്ട റിസൾട്ട് കിട്ടില്ല. നൗ എന്ന് പറഞ്ഞേക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ നൗ അല്ലെ റൈറ്റ് നൗ എന്ന് പറഞ്ഞ എനർജിയിലേക്ക് മാറണ ഇന്റേണലി. അത് കഴിഞ്ഞ് നിങ്ങൾ നൗ അല്ലെ റൈറ്റ് നൗ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്ന ആൾക്ക് ആ ഫീല് കിട്ടുവാണ് എന്താണ് ഇപ്പം തന്നെ ആക്ഷൻ എടുക്കാനായിട്ട്. അപ്പം അതാണ് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈം ഇതിനെ മാനേജ് ചെയ്യാനുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടൂൾ. നൗ എൻ്റെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കയറാം. അപ്പം 3 തരത്തിലാണ് ആക്ച്വലി ആൾക്കാർ ടൈം ഒബ്ജെക്ഷൻ പറയുന്നത്. ഒന്ന് സീസണൽ ഒബ്ജെക്ഷൻ ആണ്, സീസൺ ഒബ്ജെക്ഷൻ. 2 ഡെയിലി ഒബ്ജെക്ഷൻ. 3 വെൻ ആൻഡ് ദെൻ ട്രാപ്പ്. അപ്പൊ ഈ 3 സാധനത്തിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നെക്സ്റ്റ് ഫ്യൂ മിനിറ്റ്സിനുള്ളിൽ തന്നെ. ഇപ്പൊ സീസൺ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇച്ചിരി ബിസിയായിട്ടുള്ള സീസണാണ്. അത് കഴിയുമ്പോൾ എന്നെ തിരിച്ചു വിളിക്കുക. ഇതാണ് സീസൺ. എൻ്റെ ബിസിനസ് ഇപ്പോൾ ഭയങ്കര തിരക്കുള്ള സമയമാണ്. പിന്നെ കേട്ടോ, ശരി, ഓക്കെ, ഇതാണ് പറയുന്നത്. എനിക്ക് ഒരുപാട് ഐ ഹാവ് ലോഡ് ഗോയിങ് ഓൺ. ഇതാണ് സീസൺ. നമുക്കിപ്പോൾ ബിസി ആയിട്ടുള്ള സീസണാണ്. ഫോർ എക്സാമ്പിൾ, വെയിറ്റ് ലോസിന് വേണ്ടി ഒരാൾ നിങ്ങളുടെ അടുത്ത് വരുവാണ്. പേഴ്സണൽ ട്രെയിനിങ്ങിന് നിങ്ങളുടെ അടുത്ത് വരുന്ന സമയത്ത് ഒരാൾ പറയുവാണ് ഞാൻ ഭയങ്കര ബിസി ആയിട്ടുള്ള സീസണാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ ആൻസർ എന്താണ്? ഇറ്റ്സ് എ ഗുഡ്. ഇതാണ് നിങ്ങളുടെ ടാക്ടിക്സ്. ഇറ്റ്സ് എ ഗുഡ് ന്യൂസ്. നിങ്ങൾ എത്ര ബിസിയാണോ അത്ര ബെറ്റർ ടൈമാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. കാരണം നിങ്ങൾക്ക് ഇത് ലോങ് ടൈം ആയിട്ട് കൊണ്ടുപോകാനുള്ള പ്ലാൻ അല്ല. അത് തൽക്കാലം വന്നിട്ട് പിന്നെ നിർത്തി പോകാനല്ലോ. നിങ്ങൾ ബിസി ഉള്ള ടൈമിൽ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ബിസി അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ബിസി ഇല്ലാത്ത സമയത്ത് നിങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? നിങ്ങൾ തുടങ്ങി ബിസി ആയി കഴിയുമ്പോൾ നിങ്ങൾ നിർത്തിയിട്ട് പോയല്ലേ. അതല്ല നിങ്ങൾക്ക് വേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്തുകൊണ്ടാണ് ലോജിക്കലി ഹാൻഡിൽ ചെയ്തേക്കുന്നത്. ഇനി വേറൊരു കാര്യം നിങ്ങൾ ബിസിയുള്ള സീസണാണ്. ബിസിനസ് ചെറിയ വേരിയേഷൻ ഓഫ് സീസൺസ് ഉണ്ടാവും. പക്ഷെ ആ സിറ്റുവേഷനിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത്. ബിസി ആയിട്ടുള്ള സമയത്തല്ല നിങ്ങളെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടേ. അതുകൊണ്ട് നമുക്കിപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. വേറൊരു ഓപ്ഷൻ ഞാൻ പറയാം. നിങ്ങളെ സംബന്ധിച്ചോളം 5 വർഷം മുമ്പ് ബിസി ആണെന്ന് എന്നോട് നിങ്ങൾ പറയുവാണ്. സുഷ്മിത പറയുവാണ് എന്നോട് ബിസി ആണെന്ന്. സുഷ്മിത, ഇതാണ് ക്വസ്റ്റ്യൻ. 5 വർഷം മുമ്പ് സുഷ്മിതയ്ക്ക് കുറെ കാര്യങ്ങൾ ബിസി ആയിരുന്നു, കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. ആ സിറ്റുവേഷനേക്കാളും ബെറ്റർ ആയിരുന്നോ കഴിഞ്ഞ വർഷം? ഇല്ല, ഒരാൾക്കും ബെറ്റർ ആയിരിക്കില്ല. കൂടുതൽ ബിസി ആയിരുന്നു. കഴിഞ്ഞ വർഷത്തെക്കാളും കുറച്ച് ബിസി ആയിരുന്നോ ഈ വർഷം? അല്ല. എന്താ സുഷ്മിത ഒബ്സർവ് ചെയ്തേ? ഓരോ വർഷം നമ്മൾ കൂടുതൽ ബിസി ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അതുകൊണ്ടാണ് സുഷ്മിത ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കണ്ടോ, ഇതാണ് സീസണെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഇങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെയാണ് സീസണൽ ഒബ്ജെക്ഷനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇനി ഡെയിലി ഒബ്ജെക്ഷൻ ഉണ്ട്. ഡെയിലി ഒബ്ജെക്ഷൻ എന്ന് വെച്ചാൽ എൻ്റെ ഡേ മുഴുവൻ ഫുള്ളാണ്. ഡേ മുഴുവൻ ടൈറ്റ് സ്കെഡ്യൂളാണ്. ഒരു രക്ഷയില്ല. എനിക്ക് ചെയ്യാൻ പറ്റില്ലാത്ത സിറ്റുവേഷൻ ആണ്. ടൈറ്റ്ലി പാക്ഡ് ആണ്. അവിടെ ടാക്ടിക് എന്താണ്? എന്ത് ടാക്ടിക്കാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്? അപ്പൊ അവിടെ നമുക്ക് വേറെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റൻ വെച്ചാൽ, നിങ്ങളെക്കാളും സമയം കുറവുള്ള ടൈറ്റ് സ്കെഡ്യൂളുള്ള ആരെങ്കിലും പേഴ്സണൽ ട്രെയിനിങ് എടുത്ത് വെയിറ്റ് ലൂസ് ചെയ്യുന്നുണ്ടോ? അല്ലെ ഹെൽത്തി ആകുന്നുണ്ടോ? നിങ്ങളെക്കാളും ടൈം കുറവുള്ള ഏതെങ്കിലും ബിസിനസ്സുകാരൻ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്യുന്നുണ്ടോ? ടൈം കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാം. കമ്മിറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ഒരു ടാക്ടിക്. വേറൊരു ടാക്ടിക് നിങ്ങൾക്ക് ചെയ്യാന്ന് വെച്ചാൽ, ഞാനും ഇത് ബിലീവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ പഠിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ, ആക്ച്വലി ടിം ഫെറിസിന്റെ പഠിച്ച് റിവേഴ്സ് പാർക്കിൻസൺസ് ലോ, 4 Hour വർക്ക് ബുക്ക് എന്ന് പറഞ്ഞൊരു ബുക്കിലാണ്. റിവേഴ്സ് പാർക്കിൻസൺസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടാസ്ക് വിൽ എക്സ്പാൻഡ് ടു ഫിറ്റ് ദ ടൈം അറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ, നമ്മളെ സംബന്ധിച്ചോളം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല, നാസ അപ്രോക്സിമേറ്റ്ലി 40 കൂടുതൽ വർഷം എടുത്തു ഒരു സാറ്റലൈറ്റ് ബഹിരാകാശത്തിലേക്ക് വിടാനായിട്ട്. ഓക്കെ, ഈലൺ മസ്ക് അത് 2 വർഷം കൊണ്ട് ചെയ്തു. ടൈം എത്ര ഉണ്ടോ അതിലേക്ക് ടാസ്ക് എക്സ്പാൻഡ് ആയി പോകും. നിങ്ങൾ പ്രോജക്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ 3 മാസം പ്രോജക്റ്റ് ആണ് നിങ്ങൾ ചെയ്യാൻ ഏൽപ്പിച്ചെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് 4 മാസം കൊണ്ട് തീർക്കും. ആ സെയിം പ്രോജക്റ്റ് 2 മാസത്തിനാണ് നിങ്ങൾക്ക് ചെയ്യാൻ ഏൽപ്പിച്ചുണ്ടെങ്കിൽ നിങ്ങൾ 3 മാസം കൊണ്ട് തീർക്കും. ഇപ്പൊ ബേസിക്കലി ടൈം എപ്പോഴും ഈ പറഞ്ഞ രീതിയിൽ ഷ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടാസ്കിന്റെ കാര്യത്തിൽ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ, ടാസ്ക് ഒരു അരമണിക്കൂറത്തെ ടാസ്ക് 1 മണിക്കൂർ എടുക്കും, 2 മണിക്കൂർ എടുക്കും, ഒരു ദിവസം എടുക്കും. ഒരു ദിവസം നമുക്ക് സമയം ഉണ്ടെങ്കിൽ 20 മിനിറ്റ് ഉള്ളെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് തീരും. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചോളം ഈ എക്സ്പ്ലനേഷൻ മുഴുവൻ തരാനായിട്ടല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ, സിമ്പിളായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഞാനത് ബിലീവ് ചെയ്യുന്നുണ്ടായിരുന്നു ശരിക്കും, പിന്നെ സീസൺ വന്ന് ചെയ്യാമെന്ന്. പക്ഷേ എൻ്റെ മെൻറ്റർ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, റിവേഴ്സ് പാർക്കിൻസൺസ് ലോയെ കുറിച്ച് പറഞ്ഞു. നിങ്ങളെ സംബന്ധിച്ചോളം ടാസ്ക് കുറവാണെങ്കിൽ നിങ്ങളുടെ ഡേ മുഴുവൻ ഒക്യുപ്പൈഡ് ആവും. ടാസ്ക് കൂടുമ്പോൾ ഡേ സ്റ്റിൽ ഒക്യുപ്പൈഡ് ആയിരിക്കും ഫുള്ള്.
നിങ്ങൾക്ക് അതുകൊണ്ട് കവർ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണോ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, ഇനി വെൻ ആൻഡ് ദെൻ ട്രാപ്പ്. വെൻ ആൻഡ് ദെൻ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സിമ്പിളാണ്. ഇതൊരു പോസ്റ്റ്പോൺമെന്റ് സിൻഡ്രോം ആണ്. നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഇപ്പം ചെയ്യാൻ താല്പര്യമില്ല, പിന്നെ ചെയ്യാം, എപ്പോഴും ചെയ്യാം. ചെയ്താൽ കൊള്ളാം, ചെയ്തില്ലേ കൊള്ളാം, പിന്നെ ആട്ടെ. ആ ഒരു മൈൻഡാണ് എന്നാണ് വെൻ ആൻഡ് ദെൻ ഉണ്ടാകുന്നത്. എനിക്ക് പൈസ ഉള്ളപ്പോൾ ഞാനത് ചെയ്യാം, എനിക്ക് ടൈം ഉള്ളപ്പോൾ ഞാൻ ചെയ്യാം, എനിക്ക് ഇതുള്ളപ്പോൾ ഞാൻ ചെയ്യാം, എൻ്റെ പിള്ളേരുടെ കൂടെ ഉള്ളപ്പോൾ ചെയ്യാം, എൻ്റെ വൈഫിൻ്റെ കൂടെ ഉള്ളപ്പോൾ ചെയ്യാം, ഹസ്ബൻഡ് ഉള്ളപ്പോൾ ചെയ്യാം. വെൻ ആൻഡ് ദെൻ ആണ്. ഇവിടെ ഒരു സിറ്റുവേഷൻ വെച്ചാൽ ഇത് എന്നെ ഒരുപാട് കാലം സ്റ്റക്കായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് പേഴ്സണലി. അതുകൊണ്ടാണ് നമ്മളതിനെ വെൻ ആൻഡ് ദെൻ ട്രാപ്പ് എന്ന് പറയുന്നത്. വെൻ ആൻഡ് ദെൻ ട്രാപ്പ്. നിങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് തന്നെ പറയാം, ഞാൻ പറയുന്ന കാര്യം തന്നെ പറയാം. എന്നെ ഒരുപാട് നിങ്ങളെ ചിലപ്പോൾ ഇത് ട്രാപ്പ് ചെയ്തിരുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് തന്നെ പറയാം, അത് എന്നെ ഒരുപാട് സ്റ്റക്കായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണിത്. അതായത് അതിൻ്റെ പേര് ഞാൻ വിളിക്കുന്നത് വെൻ ആൻഡ് ദെൻ ട്രാപ്പ് എന്നാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് പറയാം എൻ്റെ കയ്യിൽ നിന്ന് കേട്ടേ എന്ന് പറയാം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വെൻ ആൻഡ് ദെൻ ട്രാപ്പ് എന്ന് പറഞ്ഞൊരു ട്രാപ്പുണ്ട്. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ അസുഖമെല്ലാം മാറിക്കഴിയുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകാമെന്നല്ല പറയുന്നത്, അല്ലേ? ഇത് തന്നെയാണ് അവരോട് പറയേണ്ടത്. അസുഖമെല്ലാം മാറിക്കഴിയുമ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഹീലിംഗ് കിട്ടി കഴിയുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹീലിംഗ് വേണ്ട സമയത്താണ് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകേണ്ടത്. യു ടേക്ക് ആക്ഷൻ നൗ. ഇങ്ങനെയാണ് നിങ്ങൾ വെൻ ആൻഡ് തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടത്. കാരണം വെൻ ആൻഡ് തന്നെ ആൾക്കാർ ബേസിക്കലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാൻ മടിയായിട്ട് അവരവിടെ സ്റ്റക്കായിട്ടിരിക്കുവാണ്. അവർക്ക് എങ്ങോട്ടും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. എന്ത് സംഭവിച്ചാലും അവരവിടെ തന്നെ കളിച്ചുകൊണ്ടിരിക്കുവാണ്. ആ ആൾക്കാർ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ഫ്രീ ആക്കി കൊടുക്കണം ഈ വെൻ ആൻഡ് ദെൻ ട്രാപ്പിൽ നിന്ന്. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 3 പ്രിൻസിപ്പിൾസ്, 3 വഴികൾ. നിങ്ങൾ ചില സീസണൽ ആയിട്ടുള്ള ഒബ്ജക്ഷൻ ഉണ്ട്, ഡെയിലി ഒബ്ജക്ഷൻ ഉണ്ട്, അതുകൂടാതെ വെൻ ആൻഡ് ദെൻ ട്രാപ്പ് ഉണ്ട്. ഈ 3 സാധനത്തിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വേണം രണ്ടാമത് കേട്ട് നോക്കുക. അതുകൂടാതെ നിങ്ങൾക്ക് എല്ലാ ഒബ്ജക്ഷനും ഹാൻഡിൽ ചെയ്യാനുള്ള മാസ്റ്റർ സൊല്യൂഷനാണ് നൗ ഫ്രെയിം എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ഒരു വിൻഡോ ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യുക. ആ വിൻഡോയിലൂടെ നിങ്ങൾ ലോകത്ത് നോക്കി കാണുന്നത് ആ വിൻഡോ നൗ എന്ന് പറഞ്ഞ വിൻഡോയിലൂടെ ആയിരിക്കണം. നൗ എനർജി എന്നായിരിക്കണം, ഇപ്പം എന്ന് പറഞ്ഞ എനർജി എന്നായിരിക്കണം നിങ്ങൾ ലോകത്ത് നോക്കി കാണുന്നത്. ഈ നൗ എനർജി നിങ്ങൾ ലോകത്തെ നോക്കി കണ്ടു കഴിഞ്ഞാൽ ആ എനർജിയിൽ നിന്ന് നിങ്ങൾ 10 കാരണങ്ങൾ കണ്ടുപിടിക്കുവാണ്. നിങ്ങളുടെ കസ്റ്റമേഴ്സ്, നിങ്ങളുടെ പ്രോസ്പെക്ട്സ് എന്തുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ വാങ്ങണം എന്നതിന് 10 കാരണങ്ങൾ കണ്ടുപിടിക്കുക. ആ കാരണങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പീഡിൽ അടുത്ത ലെവലിലേക്ക് പോകും. നിങ്ങൾ ഇന്റേണലി പറ്റുവാണെങ്കിൽ അത് റെക്കോർഡിംഗ് ആക്കി മാറ്റി അത് ലിസൺ ചെയ്തുകൊണ്ടിരിക്കുക. അത് എത്രമാത്രം ലിസൺ ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ ഉറപ്പ് കൂടും. അതിനനുസരിച്ച് പ്രോസ്പെക്ട്സ് നിങ്ങളുടെ കയ്യിൽ നിന്ന് എഫക്റ്റീവായിട്ട് ബൈ ചെയ്യുകയും ചെയ്യും. സീ നെക്സ്റ്റ് ടൈം.